ഈ ഒരു സിമ്പിൾ ബ്രെഡ് പുഡിങ്ങിന്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടത്ര പഞ്ചസാര, ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഒരു ബൗളിൽ കുറച്ച് പാല്, അതിലേക്ക് ഞാൻ 1 സ്പൂൺ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇളക്കിയെടുത്തിട്ട് ഈ ഒരു മിക്സ് നമ്മുടെ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒരു 3 to 4 മിനിറ്റ്സ് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് നമ്മുടെ മെയിൻ ഐറ്റം ബ്രെഡിന്റെ 4 സൈഡും കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ടോപ്പ് ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അമൂലിന്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും ഇതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ലെയർ ഞാൻ 2 ബ്രെഡ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മേലെ നമുക്ക് കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ലെയറിൽ ഞാൻ 1 ബ്രെഡ് വീതമാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ മേലെ നമുക്ക് കസ്റ്റാർഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ടോപ്പ് ലെയറിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രഷ് ക്രീം മിൽക്ക് മെയ്ഡ് മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രഷ് ക്രീം മിക്സിന്റെ കൂടെ ഞാൻ 2 സ്പൂൺ പാല് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇച്ചിരി ലൂസ് ആയോന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ആയിട്ടാണ് ഫ്രിഡ്ജിന്റെ താഴത്തെ ലെയറിലേക്ക് മാറ്റി. ടേസ്റ്റ് വൈസ് സൂപ്പർ ആയിരുന്നു, നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ പണിയില്ല, ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. മേലെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കൂടെ പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, കാണാനൊരു ഭംഗി. പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ.